നമസ്കാരം. ഡൽഹി നാദനില കളരിയായി തന്നെ തുടരും. ഇത്തവണയും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കില്ല. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ജൂലൈ 3 വരെ നീട്ടിയിരിക്കുകയാണ്. വിനോദ് ചഹാന്റെ കസ്റ്റഡിയും ഇതോടൊപ്പം തന്നെ ജൂലൈ 3 വരെ നീട്ടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അഴിമതിരഹിത സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഈ മദ്യനയ അഴിമതി കേസ്. 2021 നവംബറിലാണ് ഡൽഹി സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കുന്നത്. പുതുക്കിയ മദ്യനയം അനുസരിച്ച് സർക്കാർ മദ്യവിൽപ്പനയിൽ നിന്നും പൂർണ്ണമായും പിന്മാറുന്നു എന്നായിരുന്നു അറിയിച്ചത്. ഇത് മറ്റു കമ്പനികൾക്ക് നൽകുന്നുവെന്നും ഡൽഹിയിലെ 32 സോണുകൾ ഉണ്ടാക്കി തിരിച്ചുകൊണ്ട് ഓരോ സോണിലും 27 കടകൾ വീതം 864 ഔട്ട്ലെറ്റുകൾക്ക് ടെൻഡർ വിളിച്ചുകൊണ്ട് അനുമതി നൽകുകയായിരുന്നു. സ്വകാര്യ ഔട്ട്ലെറ്റുകളിലൂടെ മദ്യവിൽപ്പന തുടങ്ങിയതോടെ മദ്യത്തിൽ ഗുണനിലവാരത്തിൽ വ്യാപക പരാതി ഉയർന്നു. മദ്യനയം നടപ്പിലാക്കിയ രീതിയിൽ അഴിമതി നടന്നതായി ആരോപിച്ചുകൊണ്ട് പിന്നീട് BJP സംസ്ഥാന പ്രസിഡന്റും MP-യുമായിട്ടുള്ള മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകി. പുതിയ എക്സൈസ് നയത്തിൽ മദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾക്ക് അനർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഡൽഹി ചീഫ് സെക്രട്ടറി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് റിപ്പോർട്ട് ലഭിക്കുന്നു. ലൈസൻസ് ഫീയിൽ നൽകിയിട്ടുള്ള 144.36 കോടി രൂപയ്ക്ക് ഇളവ് സർക്കാരിന് നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെയാണ് പുതിയ നയം നടപ്പാക്കിയതെന്നും 2022 ജൂലൈ 8 നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2022 ജൂലൈ 22 ചട്ടലംഘനങ്ങൾക്കും നടപടിക്രമങ്ങളിലെ പിഴവുകൾക്കുമെതിരെ CBI അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ നൽകി. വിവാദമായതോടെ 2022 ജൂലൈ 30 പുതിയ മദ്യനയത്തിൽ നിന്നും ഡൽഹി സർക്കാർ പിൻവാങ്ങുന്നു. പുതിയ മദ്യനയത്തിൽ തീരുമാനമാകുന്നതുവരെ 6 മാസത്തേക്ക് പഴയ നയം പുനഃസ്ഥാപിക്കാൻ എക്സൈസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി ഉത്തരവ് നൽകുന്നു. 2022 ഓഗസ്റ്റ് 17 വഞ്ചന, കൈക്കൂലി എന്നീ കുറ്റങ്ങൾ ചുമത്തി സിസോദിയയ്ക്കും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വ്യാവസായികൾക്കുമെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഓഗസ്റ്റ് 19 സിസോദിയയുടെയും ആം ആദ്മി പാർട്ടിയിലെ മറ്റ് 3 അംഗങ്ങളുടെയും വസതിയിൽ CBI റെയ്ഡ് നടത്തുന്നു. 2022 ഓഗസ്റ്റ് 22 CBI-യിൽ നിന്നും ED കേസിന്റെ വിശദാംശങ്ങൾ അറിയുന്നു. തുടർന്ന് മദ്യനയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലിന് ED കേസെടുത്തു. ഓഗസ്റ്റ് 30 ഗാസിയാബാദിലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയിൽ CBI ഉദ്യോഗസ്ഥർ സിസോദിയയുടെ ബാങ്ക് ലോക്കറുകൾ പരിശോധിച്ചു. തുടർന്ന് സെപ്റ്റംബർ 6 മുതൽ 16 വരെ രാജ്യത്തുടനീളം 35 സ്ഥലങ്ങളിൽ EDയുടെ റെയ്ഡ് നടന്നു. പിന്നാലെ സെപ്റ്റംബർ 27 AAP കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായ മലയാളി വിജയ് നായരെ ED അറസ്റ്റ് ചെയ്തു. കേസിൽ ആദ്യ അറസ്റ്റ് കൂടെയായിരുന്നു ഇത്. 2022 സെപ്റ്റംബർ 28 മദ്യവ്യാപാരി സമീർ മഹേന്ദ്രു അറസ്റ്റിലായി. ഒക്ടോബർ 10 ഇടനിലക്കാരൻ അഭിഷേക് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി. നവംബർ 24 വിജയ് നായർ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രതികൾ അറസ്റ്റിലാകുന്നു. പിന്നീട് ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചു. നവംബർ 30 ഗരുഗ്രാം ആസ്ഥാനമാക്കി ബഡ്ഡി റീറ്റെയിലിന്റെ ഡയറക്ടറും സിസോദിയയുടെ അടുത്ത അനുയായിയുമായിട്ടുള്ള അമിത് അറോറയെ ED അറസ്റ്റ് ചെയ്തു. തെലങ്കാന മുൻ മുഖ്യമന്ത്രി KG ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയെ ED അഴിമതി കേസിൽ ഉൾപ്പെടുത്തി. അങ്ങനെ 2023 ഫെബ്രുവരി 9 സ്വകാര്യ പരസ്യ സ്ഥാപനങ്ങളിലെ രാജേഷ് ജോഷിയെ ED അറസ്റ്റ് ചെയ്യുന്നു. ഗോവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹം ആം ആദ്മി പാർട്ടി ഇദ്ദേഹത്തെ ഉപയോഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അറസ്റ്റ്. 2023 ഫെബ്രുവരി 26 ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തി മനീഷ് സിസോദിയയെയും അറസ്റ്റ് ചെയ്തു. 2022 ഒക്ടോബർ 4 AAP നേതാവും രാജ്യസഭ MP-യുമായിട്ടുള്ള സഞ്ജയ് സിംഗ് 10 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന്റെ അറസ്റ്റ്. കേസിൽ അറസ്റ്റിലായ ദിനേശ് അറോറ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടപടി. മനീഷ് സിസോദിയയെ പരിചയപ്പെടുത്തിയതിന് സഞ്ജയ് സിംഗ് വഴിയാണ് എന്നുള്ള കണ്ടെത്തൽ. പിന്നീട് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്താനും സഞ്ജയ് സിംഗാണ് വഴിയൊരുക്കിയതെന്നും ദിനേശ് അറോറ മൊഴി നൽകുന്നു. 2024 ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ മാർച്ച് 16 തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കവിതയെ ED അറസ്റ്റ് ചെയ്തു. മാർച്ച് 19 അറസ്റ്റിൽ നിന്നും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹർജി ഹൈക്കോടതി തള്ളുന്നു. തുടർന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ കെജ്രിവാളും EDയുടെ അറസ്റ്റിലാകുന്നു. ഇപ്പോൾ അതിനുശേഷം തെരഞ്ഞെടുപ്പ് വരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ സമയത്ത് കെജ്രിവാൾ 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങുന്നു. പക്ഷെ അവിടെയും ഫലം കണ്ടില്ല. അദ്ദേഹം വീണ്ടും ജയിലിലാകുന്നു. ഇനിയിപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ജയിൽ വിട്ട് വരാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്.